ടീച്ചർമാരെന്നോട് പറയും ഒരിക്കലും സൗമ്യയുടെ കാര്യം ഓർത്തിട്ട് അത് ഗവൺമെൻറ്റല്ലേ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, ടീച്ചർമാർക്കെല്ലാം കാര്യമാണ്, എന്നാലും സീറ്റിൻ്റെ കാര്യം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് ആവണം. അപ്പോൾ ഞാൻ ടീച്ചർമാർ 4.5 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഞാനിങ്ങനെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ സിസ്റ്റർമാരൻ എന്നോട് പറഞ്ഞു ഒരിക്കലും സൗമ്യക്ക് സീറ്റിന് വേണ്ടിയിട്ട് സൗമ്യയുടെ അമ്മ വിഷമിക്കണ്ട, കാരണം അവൾ ഇപ്പം തന്നെ നന്നായി പഠിക്കുന്നുണ്ട്. ഈ 4 വയസ്സിൽ 4.5 വയസ്സിൽ അവൾ ഇപ്പോഴേ നന്നായി എന്ത് പറഞ്ഞു കൊടുത്താലും അത് തലയിൽ കയറാനുള്ളൊരു ഇതുണ്ട്. നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞത് അവൾ ചെയ്യില്ല. എന്ത് കിട്ടിയാലും ക്രഷ് എന്നായാലും ടീച്ചർമാർ പറയും അവൾ ഒരുവിധം ഓർമ്മ വയ്ക്കാൻ തുടങ്ങിയ സമയത്ത് മുതൽ എന്തൊരു സാധനം കിട്ടിയാലും അവൻ്റെ പ്ലേറ്റ് ഇട്ട് കൊടുത്ത് അവൻ കഴിച്ച ശേഷം അവൾ കഴിക്കൂ. അങ്ങനെ സിസ്റ്റർമാരനും എന്നോട് ടീച്ചർമാരും എന്നോട് പറയും അവിടെ. അങ്ങനെ ഞാൻ ചെന്ന് എത്തി നോക്കിയാൽ അമ്മ ഞാനപ്പം അങ്ങോട്ട് മറിഞ്ഞു നിൽക്കും. ടീച്ചർമാർ പറയും ആവുന്നതും കുട്ടികളെ കാണാതിരിക്കണം നല്ലത്. അപ്പം ഞാൻ മറിഞ്ഞിരിക്കും. അപ്പം വന്ന് ഏന്തി നോക്കും. ആങ്ങളും പെങ്ങളും കൂടി വന്ന് നോക്കുമ്പോൾ എന്നെ കാണില്ലേ. അമ്മ വന്നിട്ടില്ല ഉണ്ണിയേ, അമ്മ ഇപ്പം വരും കേട്ടോ, കരയണ്ട, ഇപ്പം അതെല്ലാം ഓർക്കാനായി. അവള് പറഞ്ഞ പോലെയൊക്കെ ഇപ്പൊ നന്നായിട്ട് നടക്കണത്. പക്ഷെ കാണാൻ അവളില്ലല്ലോ. അവള് വിചാരിച്ച പോലെയൊക്കെ തന്നെ ഞാൻ ഇപ്പൊ നടക്കണത്. പക്ഷെ ആർക്കും വേണ്ടോ നടക്കണമെന്നുള്ള ചിന്തയാണ്. അത് വീട്ടിൽ വന്ന് അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഞാൻ കുറേ ഇതായി ഒക്കെ നടന്നു. അപ്പോൾ അവള് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ മുണ്ടൊക്കെ കൊടുത്തിട്ട് നടന്നിരുന്നു. അവൾ പറഞ്ഞാണ് പാൻറ്റൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ നല്ലൊരു ജോലി അവള് പഠിച്ച് കുറച്ചും കൂടി ഒന്ന് പഠിച്ച് നന്നാവാൻ നോക്കുന്നൊക്കെ അവൾ പറയാറില്ല. അപ്പം അവളുടെ ഒരു ഇതിൽ ജോലി കഴിഞ്ഞു. പക്ഷെ അവളില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ട്. ഞാൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് വന്നിട്ട് തിരിച്ച് പോകാനായിട്ട് എറണാകുളം സൗത്തിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് കോഴിക്കോടുള്ള ടിക്കറ്റ്. അപ്പോൾ 5 മണിക്ക് ശേഷം വണ്ടിയില്ല, 11:30 വണ്ടിയുള്ളൂ. അപ്പോൾ എന്നോട് നോർത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 7:30 ഒരു വണ്ടി കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു. ആ പാസഞ്ചർ കയറാണെങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പാസഞ്ചറിൻ്റെ അടുത്ത് വന്നത്. പാസഞ്ചറിൻ്റെ ഗാർഡിനോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ഇതിനെ പോയാൽ ഷൊർണൂരിൽ നിന്ന് വെസ്റ്റ് കോസ്റ്റ് കിട്ടും, അതിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് ഞാൻ ആ വണ്ടിയിൽ കയറിയായിരുന്നു. ലാസ്റ്റ് പുറകിൽ നിന്നാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഗാർഡിൻ്റെ കോപ്പ കഴിഞ്ഞിട്ട് അടുത്ത ബോഗി ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻറ്റ് അതിന് തൊട്ട് മുമ്പുള്ളിടത്ത് കയറി അവിടെ ആയിരുന്നു ഞാൻ യാത്ര ചെയ്തത്. അവിടുന്ന് വണ്ടി വിട്ടു. 5:30 വണ്ടി ഇവിടെ നിന്ന് വിട്ടു. വണ്ടിയും ഈ ഷൊർണൂരിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിൽ വള്ളത്തോൾ എന്ന് പറയുന്ന സ്റ്റേഷനിൽ അവിടെ കുറച്ച് സമയം ലേറ്റായി. അപ്പോൾ അതിനടുത്ത് തന്നെയാണ് ഷൊർണൂർ എന്നുള്ള അറിയുന്നതുകൊണ്ട് ഞാൻ എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സീറ്റിൽ നിന്ന് എടുത്ത് എഴുന്നേറ്റ് ഡോറിൻ്റെ അവിടെ വന്ന് പുറയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഗാർഡിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ഗാർഡും വേറൊരു ലേഡീസ് സ്റ്റാഫും കൂടെ എന്തോ വർക്ക് ചെയ്യുന്നത് കാണാം, അറിയാം.
ഞാനത് നോക്കി നിൽക്കുമ്പോഴാണ് ഇയാൾ ഈ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ആൾ എൻ്റെ ഉള്ളിൽ കൂടി തന്നെ വന്നിട്ട് ഇയാളെൻ്റെ തോളിൽ തട്ടി. ഞാൻ ഡോറിൻ്റെ അവിടെ നിന്നുകൊണ്ട് എന്നെ തോളിൽ തട്ടിയിട്ട് ഇയാളെ కొంచెం വഴി കൊടുക്കുക സാറിന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇയാളെ കണ്ടപ്പോൾ ഒരു പിക്ക് പോക്കറ്റ് തോന്നി എനിക്ക്. പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നി. പെട്ടെന്ന് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് പുറകിലേക്ക് മാറി. ഇയാൾ വാച്ച് ചെയ്ത് ശരിക്കും. അപ്പോൾ ഇയാൾ പെട്ടെന്ന് എന്നെയും ശ്രദ്ധിച്ചു. എന്നിട്ട് ഇയാൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. താഴെ ഇറങ്ങിയിട്ട് പുറകിലേക്ക് ഒരാളെ വിളിച്ച് അന്വേഷിച്ച് പോകുന്ന പോലെ പുറകിലേക്ക് പോവാണ്. ഇയാൾ വിളിക്കുന്നുണ്ട്, ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിക്കുന്നുണ്ട്. അത് ഞാൻ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്. ഇയാളിങ്ങനെ വിളിച്ച് ട്രെയിനിൽ നോക്കി പുറകിൽ വരെ ചെന്ന് ഗാർഡിൻ്റെ അവിടെ എത്തിയില്ല. അതിന് മുമ്പ് തിരിച്ച് വന്നിട്ട് ഇയാൾ തിരിച്ച് അതെന്നെ നോക്കാതെ തന്നെ മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ടങ്ങ് പോയി. ഇയാൾ കടന്നു പോകുമ്പോൾ ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാൾ കടന്നു പോയി കഴിയുമ്പോൾ ഇയാളുടെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മുഷിഞ്ഞ വേഷമാണ് അയാളുടെ. ഇങ്ങനെ പാറിപ്പറന്ന് തലമുടിയൊക്കെ. അപ്പോൾ ഇയാൾ കൈ എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഇയാൾ അടുത്ത ഡോറിൽ കൂടി ഉള്ളിൽ കയറുന്ന സമയത്താണ് ഇങ്ങനെ കൈ പൊങ്ങി താഴുന്നത് പെട്ടെന്ന് ഞാൻ കാണുന്നത്. അപ്പോൾ ഇയാളുടെ ഇവിടെ വെച്ചിട്ട് റെസ്റ്റിൻ്റെ മേളിൽ വെച്ച് കട്ടായിട്ടുണ്ട് പറയും. പിന്നെ ഒന്നും അറിയില്ല. അതിന് ശേഷം തൊട്ട് തന്നെ ഒരു പുറകിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിലാണ് വരുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട് പുറകിൽ നിന്ന്. എനിക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റത്തില്ല. ആ ഇതിലേക്ക് പിന്നുള്ളിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കൂടി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് ഒന്ന് നോക്കി പിന്നെ തൊട്ട് പുറകിലിരിക്കുന്ന ആൾക്കാരോട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പറയുന്നൊരു സ്ത്രീ കരയുന്നുണ്ട്, എന്താണെന്നറിയില്ല എന്ന് പറയും. അവർ പറഞ്ഞ് കരച്ചിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ ഡോറിൻ്റെ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അവൻ പുറയുന്ന സ്ത്രീ കരയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒരു സ്ത്രീ അടുത്ത് ചാടി അവളെ പോയി എന്ന് പറഞ്ഞു. നമ്മൾ ചാടിയതാണെങ്കിൽ ചെയിൻ വലിക്കണം, സ്ത്രീ ചാടിയതാണ് ചെയിൻ വലിക്കണമെന്ന് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഞാൻ നിന്നിടത്തേക്ക് വന്നു. അവൾക്ക് അവിടെ നിന്ന് പോയാലും ചെയിൻ വലിക്കാൻ പറ്റുള്ളൂ. ഉടനെ ഇയാൾ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, അവൾ ചാടി രക്ഷപ്പെട്ടു പോയി, അതിനെ ചെയിൻ വലിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഞാൻ സ്ത്രീ ചാടിയതാണെങ്കിലും വീണതാണെങ്കിലും ചെയിൻ വലിക്കാമെന്ന് പറഞ്ഞു. ഇയാളിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ട്രെയിനിലിരിക്കുന്ന മൊത്തം ആൾക്കാരെയും കോടതി കയറ്റരുത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ശല്യമാകരുതെന്ന് എന്നോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു. ഞാൻ ഇയാളോട് ദേഷ്യപ്പെട്ടു. കാരണം നമ്മുടെ ആർക്കെങ്കിലും ആണെങ്കിൽ സംഭവിക്കുന്നെങ്കിൽ നമ്മളെങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് വെച്ചിട്ട് ഇയാളോട് വേറെ ആരും ഒന്നും പറയുന്നില്ല. ഞാനും അയാളും തമ്മിൽ ഇത്രയും വാക്കുണ്ട്. സമയം ഞാൻ ആ ഡോറിൻ്റെ അവിടെ തന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് പുറകിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആദ്യമേ കണ്ട ആ തമിഴൻ അയാൾ ആ ഡോറിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. താഴേക്ക് സ്റ്റെപ്പ് കാലൊക്കെ നീട്ടിയിട്ട് ഞാൻ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു വലത്ത് പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, നീ ആരടാ, നീ എന്താണ് ചെയ്തത്, നീ ആരെയുടെ ഉപദ്രവിച്ചെന്നൊക്കെ ഞാൻ ചോദിക്കുന്നു. ഇവൻ പറയും, ഒന്നുമില്ല സാറെന്ന് പറയും. അന്ന് തന്നെ ഇവൻ ഒരു പൂച്ച ചാടുന്ന ആ ഒരു ലാഘവത്തോടെ ഓടുന്ന ട്രെയിനിൽ നിന്ന് എടുത്തൊരു ചാട്ടമാണ്. 4 കാലിങ്ങനെ കുത്തി നിന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറകിലേക്ക് നടന്നു വന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഉടൻ തന്നെ നമുക്ക് മെസ്സേജ് കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി നോക്കുമ്പോൾ ഈ കുട്ടി വളരെ അവശ്യ നിലയിൽ കിടക്കുന്ന രീതിയിലും നെറ്റിയിൽ നിന്നെല്ലാം ചോര ഒലിച്ചു വരുന്ന ഒരു അവസ്ഥയായിരുന്നു കുട്ടിയുടെ. വളരെ പറയാൻ കഴിയാത്ത അത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു കുട്ടി അവിടെ കിടന്നിരുന്നത്, റെയിൽവേ ട്രാക്കിൽ കിടന്നിരുന്നത്. ഇവിടെയായിരുന്നു ആ കുട്ടിയുടെ ബോഡി കിടന്നിരുന്നത്.
ആലുവയിൽ എത്തി അവൾ മിസ് കോൾ എനിക്ക് അടിച്ചു, ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞു. അപ്പം മിസ് കോൾ അടിച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കും, അപ്പം തന്നെ തിരിച്ച് വിളിക്കും ഞാൻ. അപ്പം അങ്ങനെ ഇന്നടുത്തെത്തി എന്ന് പറയും. അപ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ ഇവളെ കെട്ടാൻ പോണ പയ്യൻ എന്നെ വിളിച്ചു. അപ്പോഴത്തേനും തൃശ്ശൂർ എത്താറായി തോന്നുന്നുണ്ട്. അപ്പോഴത്തേനും എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അന്ന് ഭയങ്കര ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്, ഇന്ന് അവൾ എന്നെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. അന്നാണ് സൗമ്യ ആ കുട്ടിയെ വിളിക്കുന്നത്. 6 മാസമായിട്ട് സൗമ്യനെ പരിചയമുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. ഇവിടെ തൃശ്ശൂർ എത്തുന്ന സമയമാകുമ്പോഴേക്കും തന്നെ ഞാൻ ഏകദേശം ഒരു 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു സൗമ്യനെ. അത് കഴിഞ്ഞ് പിന്നെ അവൾ വീടെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു വീടെത്താൻ ഒരു 5 മിനിറ്റേ ഉള്ളൂ, അപ്പോൾ മൊബൈലിൽ ചാർജില്ല, അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രി വിളിക്കുന്ന സമയത്ത് മൊബൈലിൽ കിട്ടാറില്ല, ഫുൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ ഞാൻ ഉച്ചവരെ ട്രൈ ചെയ്തിട്ടും എനിക്ക് കോള് ഒന്നും കിട്ടിയില്ല. മുള്ളൂർക്കര എത്താറായപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞമ്മ മുള്ളൂർക്കര എത്തിയിട്ടാ ഇനി ഞാൻ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ വീട്ടിൽ ഞാൻ ധനേഷിനെ വണ്ടി വിളിച്ചിട്ട് പോവാം. അപ്പോൾ ഈ 9 മണിക്ക് 9:30 ആവും അപ്പോഴത്തേന് എത്താം, എന്തായാലും 9 മണിയാവും ഈ ട്രെയിൻ എത്തുമ്പോൾ. അപ്പം എന്നാൽ പിന്നെ ധനേഷിനോട് ഞാൻ പറഞ്ഞു, എന്നാൽ ധനേഷേ നീ ഒന്ന് വണ്ടി കൊണ്ട് വന്നാൽ ഞാൻ നമുക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ധനേഷ് എന്നോട് എന്ത് പറഞ്ഞു, അതിൻ്റെ ഇടയിൽ ഞാൻ ഇവള് എന്നോട് പറഞ്ഞു, അവിടുന്ന് കയറുമ്പോഴേ പറയാൻ തുടങ്ങിയതാണ്, തൃശ്ശൂർ എത്താറായപ്പോഴൊക്കെയാണ് ചോദിച്ചത്, നിങ്ങളെന്താന്ന് ഇന്ന് വെച്ചുണ്ടാക്കി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഒന്നും വെച്ചിട്ടില്ല, അവൾക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് അത്, ജോലി സ്ഥലത്തായാലും അതെ, ഏറ്റവും എളുപ്പത്തിനൊരു മാഗി വാങ്ങിക്കൊണ്ടുവരിക, അതെല്ലാം കലക്കി ഉണ്ടാക്കി അത് ഇതാക്കുകയും ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, മോളെ മാഗി വാങ്ങിയിട്ടുണ്ട് അമ്മ, അത് വെച്ച് രാത്രിയല്ലേ എന്ന് പറഞ്ഞു. നിങ്ങളൊരു മാഗി, ഇവിടെ മനുഷ്യന് വിശന്ന് ചിറി വിളിച്ചിട്ടാണ് വരുന്നത്, ഇന്ന് ഉച്ചയ്ക്കും കൂടി മര്യാദയ്ക്ക് ഞാൻ ചോറിനുള്ളിലേക്ക് വിശന്നിട്ട് വയ്യ, നിങ്ങളൊരു മാഗി നിങ്ങൾ മര്യാദയ്ക്ക് ചോറ് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ശരി അഞ്ഞ് ഇത്രയും നേരമായി, ഈ നേരം കൊണ്ട് എന്തായാലും ചോറ് വെച്ച് വെറുതെ ഒരു കൂട്ടാനൊന്നും പെരിയോ അങ്ങനെയൊന്നും വെച്ച് അങ്ങനെ കഴിക്കുന്ന കുട്ടിയല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ധനേഷ് അപ്പം എന്നോട് പറഞ്ഞു, എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വരണ്ട, സൗമ്യയുടെ അമ്മ എന്തായാലും വരണ്ട, ഞാൻ എന്നാൽ അവനവിടെ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഓടുന്നതാണ്, ഇപ്പം എൻ്റെ കൂട്ടുകാരനാണ്, അപ്പം എന്നാൽ ഞാൻ അവളെ കൂട്ടി കൊണ്ടുവന്നോളാം, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, എന്നാൽ പിന്നെ ഇവരുടെ വണ്ടി തന്നെ സ്ഥിരമായിട്ട് ഞാൻ വിളിക്കണത്, അപ്പം എന്നാൽ ശരി എന്നും പറഞ്ഞു. അപ്പം ഞാൻ ഇവളുടെ ഈ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ധനേഷിനോട് വിളിച്ചു പറഞ്ഞു, ധനേഷേ നീ ഒരു കാര്യം ചെയ്യ്, അവിടുന്ന് ഒരു പ്ലേറ്റ് ബിരിയാണി മേടിച്ചോ, അത് മേടിച്ച് ചിക്കൻ ബിരിയാണി ഒരെണ്ണം മേടിച്ച് കൈ പിടിച്ചോ, എന്നിട്ട് ഇങ്ങോട്ട് പോരെ, കാരണം വിശന്നിട്ടാണ് വരുന്നതെന്നും പറഞ്ഞിട്ടാണ്, മാഗി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാണെന്ന് പറഞ്ഞു. മുള്ളൂർക്കര വന്ന സമയത്ത് 8:30 മണിയായി, മുള്ളൂർക്കര വണ്ടി കയറുന്ന സമയത്ത്. അപ്പോൾ അവൾ പറഞ്ഞു, വണ്ടി മുള്ളൂർക്കരയ്ക്ക് കയറി അമ്മ, ഞാൻ പിന്നെ ഷൊർണൂർ എത്താൻ നേരത്ത് ഞാൻ മിസ് കോൾ അടിക്കാം, അപ്പം അമ്മ ധനേഷിനോട് സ്റ്റേഷൻ്റെ അങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞാൽ മതി, അപ്പം ഞാൻ കയറി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ഞാനപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇനിയിപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ നമ്മളെ മുള്ളൂർക്കരയിൽ നിന്ന് വണ്ടി വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ടി വിയിലേക്ക് നോക്കി അങ്ങനെ ഇങ്ങനെ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി ഞാൻ. അങ്ങനെ ഒന്നും അറിയാതെ ഞാനൊന്ന് മയങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് മയങ്ങി തന്നെ ഉള്ളൂ. ആ മയക്കത്തിൽ അമ്മാന്നൊരു വിളി എൻ്റെ ചെവിയിൽ ഭയങ്കരമായിട്ട് ഒന്ന് അമ്മാന്നങ്ങോട്ട് വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് വേഗം ചാടി എണീറ്റു. ഇപ്പോൾ വന്നോ വെച്ചിട്ട് ചാടി എണീറ്റ് നോക്കിയപ്പോൾ 45 8:45 ജീവൻ ടി വി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ 8:45 അപ്പം ഞാൻ അയ്യോ 8:45 അപ്പം ഞാൻ വേഗം തന്നെ അവളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവളെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ആ പെൺകുട്ടിയുടെ സൗമ്യയുടെ കരച്ചിൽ പുറകിൽ നിന്ന് കേൾക്കുന്നത്.
പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നുകൊണ്ട് പുറകിൽ പോയിട്ട് നോക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ധനേഷിനെ വിളിച്ചപ്പോൾ ധനേഷ് പറഞ്ഞു പിന്നെ വണ്ടി വന്നിട്ടില്ല പറഞ്ഞു. വണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ധനേഷേ, വണ്ടി വന്നിട്ടുണ്ട്, 8:45 വണ്ടി വന്നിട്ടുണ്ട്, നീ നോക്കുക പറഞ്ഞു. നീ ചോദിക്കുക പറഞ്ഞു ഞാൻ. അപ്പോൾ അവൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ വണ്ടി വന്നിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്, ഞാൻ അതിനായിരിക്കും വന്നിട്ടുണ്ടാവുക പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല ധനേഷേ, ആ വണ്ടിക്ക് തന്നെ അവൾ വന്നിരിക്കണം, കയ്യിൽ കാശില്ല, അവളുടെ കയ്യിൽ കാശില്ല, അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു അല്ല ധനേഷേ, അതിൽ തന്നെയാണ് അവൾ വന്നിരിക്കണേ പറഞ്ഞു. അപ്പോഴത്തേനും 9 മണി കഴിഞ്ഞു. ഈ പറഞ്ഞു നിന്നപ്പോഴത്തേന് 9 കഴിഞ്ഞു. അപ്പം പിന്നെ എനിക്ക് മനസ്സാകെ ഉടഞ്ഞു. കുട്ടി അങ്ങനെ ഉണ്ടാവില്ല. അവളെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫാ. ഞാൻ വിളിക്കും തോറും അവളുടെ ഫോണ് പിന്നെ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണത്. ഞാൻ പറഞ്ഞു ധനേഷ് ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് പായോ, വണ്ടി കൂട്ട് ഇങ്ങോട്ട് പായോ പറഞ്ഞു. അങ്ങനെ അപ്പം ഇവിടെ വന്ന് അപ്പോഴത്തെ ഞാൻ വേഗം സാരി എടുത്ത് കൊടുത്ത് വാതിൽ പൂട്ടി പുറത്തിറങ്ങി. ഞാൻ ധനേഷ് വന്നപ്പോഴേക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പേടി. അപ്പം ഞാൻ അടുത്ത വീട്ടിലെ രവിയേട്ടാ സൗമ്യ ഇത്ര നേരം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ വേഗം പറഞ്ഞു. കേട്ടത് പതി കേൾക്കാം, കാരണം അവർക്കെല്ലാം വലിയ ഇഷ്ടം അവളെ. രവിയേട്ടന് അവർ ഭാഗ്യം ഭർത്താവിന് ഒരു പെൺകുട്ടിയുടെ ഇല്ലായിരുന്നു, ഭയങ്കര കാര്യമാണ്. വേഗം തന്നെ രവിയേട്ടൻ്റെ കൂടെ വന്നു. ഇവൻ്റെ ഒരു കൂട്ടുകാരൻ വേറൊരു കുട്ടിയും കയറി വന്നു. പോയി സ്റ്റേഷനിൽ ചെന്ന് സ്റ്റേഷൻ മാഷ എടുത്ത് ചെന്നിട്ട് രവിയേട്ടൻ ചോദിച്ചു ഇങ്ങനെ ആണ്, ഇങ്ങനൊരു കുട്ടി ഇന്ന വണ്ടിക്കാണ് വന്നത്, അവൾ വീട്ടിലെത്തിയിട്ടില്ല, സ്റ്റേഷനിലെത്തിയിട്ടില്ല എന്നാണ്, ഷൊർണൂർ എത്തിയിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ അവർ വേഗം തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കുട്ടി വെള്ളത്തിലേക്ക് വീഴുമോ കരക്കിലേക്ക് വീഴുമോ ചാടുമോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അത് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി വെള്ളത്തിലേക്ക് ചാടുമില്ല കരക്കിലേക്ക് ചാടുമില്ല, കാരണം അതിൻ്റെ ആവശ്യം അവൾക്ക് ഇല്ല, അത്രയും നേരം അവൾ എന്നോട് വർത്തമാനം പറഞ്ഞത്, അതുകൊണ്ട് ഒരിക്കലും അത് അവൾ ചെയ്യില്ല പറഞ്ഞു ഞാൻ. അത് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു പ്രായം എത്ര തോന്നിക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രായം ഒരു വേട്ടം അങ്ങനെ പറഞ്ഞു, ഇത്ര പ്രായമുള്ള കുട്ടി, എന്നാൽ അത് തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോഴത്തേന് പിന്നെ ഞാനാകെ ഇതായി. പിന്നെ ഇവരെല്ലാവരും കൂടി എന്നെ പുറത്തേക്ക് കൊണ്ട് പോയി. പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ രവിയേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വായോ പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് പോയി. എന്നിട്ട് പിന്നെ ഞാൻ പറയുന്ന സന്തോഷിനെ വിളിച്ച് പറയാം, സന്തോഷിനെ വിളിക്കുക, സന്തോഷ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഷൊർണൂർക്ക് വരാൻ പറഞ്ഞല്ലേ വിളിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയും കൊണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോഴത്തേന് ഇവർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞു എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി നമുക്ക് പോവാൻ പറഞ്ഞിട്ടാണ് ഇവരെന്നെ കൂട്ടി പോണത്, അതൊന്നും എനിക്കറിയില്ല, ഇവരെന്നെ കൂട്ടി പോണത്. അങ്ങനെ അവർ ഓട്ടോറിക്ഷയിൽ കുറേ അങ്ങോട്ട് എത്തിയപ്പോഴത്തേന് എൻ്റെ സന്തോഷനെ വിളിച്ചിട്ട് പിന്നെ എനിക്കൊന്നും പറയില്ല. പിന്നെ സന്തോഷും രവിയേട്ടനും പിന്നെ ധനേഷിലാണ് സംസാരിച്ചത്. അവരെവിടെയോ പോയി നിന്നിട്ട് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് വന്ന ശേഷം സന്തോഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു സൗമ്യ കാല് തെറ്റിയിട്ട് വീണതാണമ്മ, നെറ്റിയിൽ ഒരു ചെറിയ മുറിയുണ്ട്, അപ്പോൾ ഞങ്ങൾ മുറി കെട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം, അമ്മ ദേവിയേട്ടൻ്റെ കൂടി ധനേഷിൻ്റെ കൂടി വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ അങ്ങനെ പറയണേ, ഞാൻ വരണ്ടേ? അപ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് പറഞ്ഞു വേണ്ട, ഞങ്ങളിത് കെട്ടിയിട്ട് ഇപ്പം അങ്ങോട്ട് വരികയാണ്, ഒരു ചെറിയൊരു മുറി നെറ്റിയിൽ പറ്റിയിട്ടുള്ളൂ, അമ്മ പൊക്കോ പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് തിരിച്ചു പോന്നു. പിറ്റേ ദിവസമാണ് ഇവരെല്ലാവരും ഇങ്ങനെ പറയണത്, ഞാൻ വിശ്വസിച്ചിട്ടില്ല.
ഇതുപോലെ റേപ്പ് കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ റേപ്പ് കേസുകൾ കൂടുതലായിട്ട് എഴുതുന്നതും അത് അന്വേഷിക്കുന്നതും സർക്കിൾ ഇൻസ്പെക്ടർ റാങ്ക് ആൻഡ് എബോവ് ആണ്. അപ്പോൾ ഒരുപാട് റേപ്പ് കേസുകളിൽ അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ ഒരു കേസാണ്. എൻ്റെ ആദ്യം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകാഗിയായിട്ട് യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അയാൾ. അവർ യാത്രക്കിടയിൽ ഇങ്ങനെ വളരെ ഈ സാക്ഷികൾ പറയുന്നത് പ്രത്യക്ഷത്തിൽ റേപ്പിന് വിധേയമായിട്ടുള്ളതായി വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി, ഇപ്പം അത് നിങ്ങൾ ടി വിയുടെ മുന്നിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബീഭത്സമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വളരെ മൃഗീയമായിട്ടുള്ള ഒരു റേപ്പായിരുന്നു എന്നാണ് സാക്ഷികൾ പറയുന്നത്. അത് കേട്ടപ്പോൾ പിന്നീട് ആ മറ്റേ കുട്ടിയെ കണ്ടപ്പോഴും ആ കുട്ടിയുടെ സഹോദരനെ എനിക്ക് മുമ്പ് പരിചയമുണ്ട്. അതിന് ബേസിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് തോന്നി. എൻ്റെ കുട്ടിയും ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുന്ന കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ ഒരു വിഷമം ആദ്യം മുതൽ നമുക്കത് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുന്നത് വരെ 4-ാം തീയതി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നത് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനല്ല, എൻ്റെ കൂടെയുള്ള പോലീസുകാർ ഉറങ്ങിയിട്ട്. ഇവിടെ കൊണ്ട് തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ഇതേമാതിരി ഗോവിന്ദസ്വാമികൾ നാട്ടിലുണ്ടാവാം. പിന്നെ ക്രിമിനൽ വാസനയുള്ള ആളുകൾ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ ഒരു ബോഗിയിൽ കാണും. ഞങ്ങൾ പിന്നീട് പല പ്രാവശ്യം ആ ബോഗിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പല പ്രാവശ്യം ഞങ്ങൾ മറ്റേ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒറ്റയ്ക്കുള്ള ആ ബോഗിയിലുള്ള യാത്ര രാത്രികാലങ്ങളിലൊരു ഭീകരം തന്നെയാണ്. അപ്പോൾ ആ കുട്ടി അനുഭവിച്ച ടെൻഷൻ അത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പിറ്റേ ദിവസമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവള് പറഞ്ഞ പോലെയൊക്കെ ഇപ്പൊ നന്നായിട്ട് നടക്കുന്നത്. പക്ഷെ കാണാനില്ലല്ലോ. അവള് വിചാരിച്ച പോലൊക്കെ തന്നെ ഞാൻ ഇപ്പൊ നടക്കുന്നത്. പക്ഷെ ആർക്കും വേണ്ട നടക്കുന്നുള്ള ചിന്തയാണ്. തൊട്ട് പുറകിലിരിക്കുന്ന ആൾക്കാരോട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ പെട്ടെന്ന് പറയുന്നത് സ്ത്രീ കരയുന്നുണ്ട്, എന്താണെന്നറിയില്ല എന്ന് പറയും. ഇവർ പറഞ്ഞ് കരച്ചിൽ വരുന്നുണ്ട് എന്ന് പറയും. പറയാൻ കഴിയാത്ത അത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു കുട്ടി അവിടെ കിടന്നിരുന്നത്, റെയിൽവേ ട്രാക്കിൽ കിടന്നിരുന്നത്. 6 മാസമായിട്ട് സോമിനെ പരിചയമുണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. ഒറ്റയ്ക്കുള്ള ആ ബോഗിയിലുള്ള യാത്ര രാത്രികാലങ്ങളിലൊരു ഭീകരം തന്നെയാണ്. അപ്പോൾ ആ കുട്ടി അനുഭവിച്ച ടെൻഷൻ അത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ.